ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ നീതൂസ് ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ പീരയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിലധികം മസാലയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ മീൻ പീര. അപ്പൊ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് കേട്ടോ മത്തി അല്ലെങ്കിൽ ചാളമീൻ. ഞാനിപ്പോൾ മത്തി ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പുളി വെള്ളത്തിലിടാനായിട്ട് ഞാനിവിടെ 2 കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളപ്പിച്ച വെള്ളം 1/2 ഗ്ലാസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പുളിയെല്ലാം മീനിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഇതിലേക്കായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇനി വെളുത്തുള്ളിനേക്കാൾ കുറച്ച് കൂടുതൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി എടുക്കുക. കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളകിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതിലേക്ക് കാന്താരി ചേർക്കുമ്പോഴാണ്. അപ്പോൾ കാന്താരി കിട്ടുകയാണെങ്കിൽ അതന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 10 അല്ലി ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചതയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്കിത് നന്നായിട്ട് അരയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അമ്മിയിലാണ് കേട്ടോ ഇത് ചതച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അമ്മി നമ്മൾ നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് അതിലെ വെള്ളമെല്ലാം തുളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചതച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ മിക്സിയിലാണ് നിങ്ങൾ അരയ്ക്കുന്നതെങ്കിൽ അപ്പോൾ അതുപോലെ ജാറ് നല്ലതുപോലെ തന്നെ വെള്ളമെല്ലാം തുടച്ചതിന് ശേഷം മാത്രം ചതച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. അപ്പോൾ അമ്മിയിലാകുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കായിരിക്കും എളുപ്പം ഉണ്ടാവുക. അമ്മിയിലൊക്കെ അരച്ച് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മിക്സി ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്ക് തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. നമുക്ക് ഈ ഒരു പാകത്തിൽ എടുത്താൽ മതിയാവും. ഇനി നമുക്കിത് അമ്മയിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ചട്ടി വേണമെങ്കിൽ ചട്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രമാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇതാ ഈ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ തേങ്ങയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി പുളിയൊക്കെ വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മളിത് ഇളക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല. ഇതുപോലെ ഇങ്ങനെ മീനൊന്ന് പൊന്തിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. നമുക്കിത് വേവുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൽ ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഉപ്പും എരിവും എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേവുന്ന വരെ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. മീനൊക്കെ ഉടഞ്ഞു പോവാതെ തന്നെ നല്ല കറക്റ്റ് പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം മീനൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, സൺഫ്ലവർ ഒന്നും ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലായിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ വറ്റിച്ചത്, അതുപോലെ തന്നെ മീൻ തോരൻ എന്നൊക്കെ നമ്മുടെ മീൻ പീരയെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും, അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.